ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, എന്താടി? ദേ ശിവേട്ടൻ വന്നു. മോൻ വന്നോ? ഈശ്വരന്റെ അനുഗ്രഹം, കടാക്ഷം, അതിന്റെ തെളിവാ കുഞ്ഞുങ്ങള്. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമാണ് ചേച്ചി. ആ സ്നേഹം അനുഭവിച്ചറിയുക തന്നെ വേണം. അതറിഞ്ഞവരാരും ചേച്ചി ചിന്തിക്കുന്ന പോലെ ചിന്തിക്കില്ല. ഓ, അതായിരിക്കും സ്വന്തം കുഞ്ഞിനെ ചേച്ചിയമ്മയെന്ന് വിളിപ്പിച്ച് എട്ടും പൊട്ടും തിരിയാത്ത ആ കൊച്ചു കുഞ്ഞിനെ പറ്റിക്കുന്നതല്ലേ? ഇന്നിപ്പോ രോഹിത്തിനെ ശ്യാമയുടെ ഇടയിൽ കിടന്ന് നിന്റെ മോള് നരയിക്കല്ലേ? എടി, അമ്മ എന്ന രണ്ടക്ഷരത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നീ പറഞ്ഞു. പപ്പി വളർന്ന് വലുതാവുമ്പോ ഈ രണ്ടക്ഷരത്തിന്റെ മഹത്വം നീ പറഞ്ഞു മനസ്സിലാക്കുവോ അതോ ശ്യാമ പറഞ്ഞു ബോധ്യപ്പെടുത്തുവോ? ഓ, ഇനി രണ്ടായാലും ഇത്രയും കാലം അവളെ പറഞ്ഞു പറ്റിച്ചതിന് എന്ത് പ്രായച്ചിത്ത് നീ പപ്പിമോളോട് പറയാൻ പോന്നെ? ജീവിച്ചിരിക്കുന്ന മകളെ വിഡ്ഢിയാക്കി വളർത്തുന്നത്ര ക്രൂരതയൊന്നും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനോട് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലും നീ ചെയ്തു കൂട്ടുന്ന പാവത്തിന്റെ അത്ര ആവുന്നില്ല. ആദ്യമേ അവനവന്റെ വഴികളിലെ കല്ലുമുള്ളും തെരഞ്ഞിട്ട് പോരെ മറ്റുള്ളവന്റെ പറമ്പിലേക്ക് എത്തി നോക്കാൻ. ദാ ചായ. വക്കീലെ, കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് നടന്നിരിക്കണം. കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. അറിയാലോ, മാണിക്കോത്തെ മാനമാണ് തന്റെ കയ്യിലേക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഓർത്താൽ മതി. കൂടുതലായിട്ട് ഞാനൊന്നും പറയണ്ടല്ലോ. വേണ്ട സ്വാമി, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. എന്നാ ശരി. അച്ഛൻ എവിടാ മോളെ? ദേ ചായ കഴിക്കുക. എത്തിയോ? വക്കീലിനെ വിളിച്ചിരുന്നോ സ്വാമി? അയാളുടെ അണ്ണാക്കിലോട്ട് കാശ് തിരികെ വെക്കുമ്പോ തിരിച്ചെന്തെങ്കിലും വായിന്ന് പുറത്തോട്ടും കൂടി വരണോന്ന് പറയണം. കോടതിയിലെ മാണിക്കോത്ത വക്കീലിന് നാവില്ലേ എന്ന് എതിർഭാഗം ചോദിക്കാൻ ഇടവരുത്തരുത്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരുത്തിക്കുന്നിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. പരുത്തിക്കുന്ന് അച്ഛനായിട്ടുണ്ടാക്കി തന്ന മണ്ണ. അതിനി ആര് വന്ന് വെല്ലുവിളി നടത്തിയാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നവുമില്ല. ഇന്ന് സീല് വെക്കാനായി കളക്ടറുടെ പുറപ്പാടുണ്ടെന്നാ കേട്ടത്. വരട്ടെ, ആനയും അമ്പാരിയും വെച്ച് കളക്ടറെ വരവേൽക്കാം. നദി ഒഴുകിയാൽ കടലോളം, അതിനപ്പുറത്തേക്ക് ഒഴുകാനൊന്നും പറ്റില്ലല്ലോ. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശിവൻകുഞ്ഞു ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്നിട്ട് എവിടെ? ഇറക്കി വീട്ടിലോട്ട് കൊണ്ടുവരാന്നും പറഞ്ഞു പോയിട്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് വരേണ്ടി വന്നില്ലേ? എന്തിനാ ഇങ്ങനെ ഒച്ചയെ സംസാരിക്കുന്നത്? അവൻ അവന്റേതായ കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്? എന്റെ അനുസരണയിൽ നിന്ന് നിന്റെ അനുസരണയിലേക്ക് എന്റെ മോൻ എന്ന് മാറിയോ അന്ന് മുതൽ അവൻ അവന്റെ ജീവിതം മറന്ന. അപ്പൊ ഞാനാണോ അവനെ ജയിലിൽ കയറ്റിയത്?
എടി, മക്കൾ തലതിരിഞ്ഞു പോകുമ്പോ നേരായ വഴിക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുണ്ടാവണം വീട്ടിലിരിക്കുന്ന തള്ളമാർക്ക്. മഹേന്ദ്ര സാറേ, വരാനുള്ളതൊക്കെ വന്നു. ഇനിയിപ്പോ ശിവൻകുഞ്ഞ് വന്ന് കേറുമ്പോ നിങ്ങൾ ഇങ്ങനെ കുഞ്ഞിന്റെ പേരിലൊരു സംസാരം ഉണ്ടാവുന്നത് കണ്ടാൽ വന്ന പാടെ ആളങ്ങ് തിരിച്ചു പോകാനും മതി. വാശിയുടെ കാര്യത്തില് കുഞ്ഞു ഒട്ടും മോശമൊന്നും അല്ല. എന്നാ പിന്നെ സ്വാമി, നമുക്ക് പരുത്തിക്കുന്നിലോട്ട് പോവാം. കാരണവന്മാരായിട്ട് ഉണ്ടാക്കി തന്നത് കൈവിട്ട് കളഞ്ഞു എന്നൊരു ദുഷ്പേര് വേണ്ടല്ലോ. അതെ, ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കി ഇട്ടിട്ടില്ലേ? ഇനി ഇതൊക്കെ വെട്ടിപ്പിടിക്കണോ? എടി, ഒറ്റമുറി വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ മണിമാളികയിലേക്ക് പറിച്ചു നടുമ്പോ നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാനായിട്ടും എന്റെ അച്ഛനായിട്ടും വെട്ടിപ്പിടിച്ചതൊക്കെ ഞാനായിട്ട് തന്നെ നിലനിർത്തണമെന്നുണ്ട് എനിക്ക്. എന്റെ നെഞ്ചിൽ ചവിട്ടിയല്ലാതെ പരുത്തിക്കുന്നിലേക്ക് അവരാരും കേറില്ല. ശിവൻ വന്നാ നീ വിളിച്ചു പറയണം, ഞാൻ ഇങ്ങെത്തിക്കോളാം. വാ സ്വാമി. അച്ഛാ, എന്താടി? ദേ ശിവേട്ടൻ വന്നു. മോൻ വന്നോ? മോനെ, നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കടി. ഞാനായിട്ടാ നിന്നെ ചീത്തയാക്കി തന്ന നിന്റെ അച്ഛൻ പറയുന്നത്. ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനൊന്നും എന്റെ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പൊറുക്കാൻ വന്നൊന്നുമല്ല. എന്നെ മനസ്സിലാക്കാത്തവരുടെ കൂടെ താമസിക്കാൻ ഞാനും തയ്യാറല്ല. മോനെ, നിന്നെ മനസ്സിലാക്കാത്തവരോ? നീ എന്ന് സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു തുടങ്ങിയോ അന്ന് മുതൽ നീ ഞങ്ങളെ അന്യരായിട്ടാ കാണുന്നത്. നീ ഞങ്ങൾക്കെന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട മോൻ തന്നെയാ. എന്നിട്ടാണ് ഞാൻ ഇത്രയും നാളും ജയിലിൽ കിടന്നിട്ട് ഒരാള് പോലും തിരിഞ്ഞു നോക്കാതിരുന്നത്. ചത്തോന്നെങ്കിലും വന്നൊന്നും തിരക്കാമായിരുന്നില്ലേ? ആര് പറഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം വന്നു. വിവരങ്ങളെല്ലാം കൃത്യമായി തിരക്കുന്നുണ്ടായിരുന്നല്ലോ. ആ, രക്തബന്ധമുള്ള ചിലരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ.